ഈ തുടർഭരണം വന്നാൽ ഇവിടെ പാർട്ടി ഉണ്ടാകും. തുടർഭരണം വന്നാൽ ഇവിടെ പാർട്ടിയുടെ നാശമല്ല. അവർ ഉദാഹരിക്കുന്നത് ബംഗാളിനെയാണ്, അവർ ഉദാഹരിക്കുന്നത് ത്രിപുരയാണ്. അപ്പോഴാണ് പാർട്ടിയെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് തോന്നുക ഭരണമില്ലാതിരിക്കുന്നതല്ലേ നല്ലത്. നമ്മൾ കളക്ടറേറ്റ് മാർച്ച് നടത്തിയിട്ട് എത്ര കാലം തൊണ്ട പൊട്ടുന്ന വെച്ച് ഉള്ളിൽ തട്ടി മുദ്രാവാക്യം വിളിച്ചിട്ട് എത്ര കാലം. ഒരു ഭരണത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്നത് ഒരുപക്ഷെ കേരളീയ സാഹിത്യ മണ്ഡലത്തിലല്ല, ഇന്ത്യയുടെ സാഹിത്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സച്ചിദാനന്ദനെ പോലുള്ള ആളുകളാണ്. സച്ചിദാനന്ദൻ എന്ന് പറയുന്നത് അമിതാധികാരത്തിനെതിരായിട്ട് അടിയന്തരാവസ്ഥയുടെ നാടുകളിൽ ആളുകൾ വറച്ചു നിന്നിരുന്ന കാലത്ത് അമ്മ മഹാറാണിയുടെ കല്ലെ പിളർക്കുന്ന കൽപ്പനകൾ അനുസരിക്കാത്തവരെ കാരാഗൃഹത്തിനും കാലപുരിയിലേക്കും അയച്ച നാടുകൾ. ആ നാടുകളിൽ നടുനിവർന്നു നിന്നിട്ട് നാവുമരം എഴുതിയിട്ട് പ്രതിഷേധിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഞാൻ എങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ചിന്തിക്കുന്ന പല ആളുകളും ഇപ്പോൾ കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. തുടർഭരണം ഉണ്ടായാലുള്ള നേട്ടം എന്താണ്? 10 കൊല്ലം മുമ്പ് നമ്മൾ നാടിനോട് മുന്നിൽ സമർപ്പിച്ചൊരു കാര്യമാണ് മുദ്രാവാക്യം. LDF വരും, എല്ലാം ശരിയാവും. അത് കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഉറപ്പാണ് എനിക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വെക്കുന്ന മുദ്രാവാക്യം മറ്റാരുണ്ട് LDF അല്ലാതെ, മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ള മുദ്രാവാക്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇത് രാഷ്ട്രീയക്കാർ കൂടി നമ്മളെ അംഗീകരിക്കുന്ന ഒരു തലമുണ്ട് എന്നത് വന്നപ്പോഴാണ്. തീരുമാനിക്കുകയും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ 1ാം പിണറായി സർക്കാരിനെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കാൻ ആവശ്യമായിട്ട് നിലപാടുകളും സ്വീകരിച്ചു. 5 വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ സമസ്ത മേഖലകളിലും വികസനം എത്തിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞു എന്നുള്ള ആത്മപരിശോധനയുടെ ഭാഗമായിട്ടാണ് രണ്ടാമത് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വർഷക്കാലം നടത്തിയിട്ടുള്ള വിവിധ മേഖലകളിലും ഓരോ കുട്ടി പോലും മനസ്സിലാക്കുന്ന ഒരാളായി നമ്മുടെ മുന്നിലുള്ള സഖാവ് മധുവേട്ടനെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനം നാം ഓരോരുത്തരും ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ലോകം ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേരോട്ടമുള്ള ഈ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്.